ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും. ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിലെ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മലഗ്ന രാശിയാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഇപ്പോൾ 5 നീചരാശിയിൽ ആണ്. ആഗസ്റ്റ് 1 മുതൽ നീചരാശിയിലേക്ക് വരികയാണ്. സൂര്യൻ ആഗസ്റ്റ് 17 4 മാറുന്നു. ചൊവ്വ ആഗസ്റ്റ് 2 2 മാറുന്നു. ബുധൻ ആഗസ്റ്റ് 5 3 ആഗസ്റ്റ് 22 4 മാറുന്നു. ഗുരു 3 ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശനി 11 വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 10 കേതു 4 സ്ഥിതി തുടരുന്നു. അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ശുക്രൻ, കുജൻ, ബുധൻ, സൂര്യൻ ഈ 4 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഇടവക്കൂറുകാരുടെ ഇടവലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ഈ പൊതുവെ ഒരു ജന്മലഗ്ന രാശിയാധിപൻ നീചരാശിയിലായതുകൊണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. പൊതുവെ ഒരു ഇമ്മ്യൂണിറ്റി കുറവിന് സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ ബോഡി സംബന്ധമായിട്ടുള്ള ക്ഷീണം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുജൻ, അതുപോലെ വക്രശനിയൊക്കെ 5 നിൽക്കുന്ന ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ആ ഗുരുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം മാനസികമായിട്ടൊരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2 നിൽക്കുന്ന സ്ഥിതിയും കൂടിയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ആഹാരത്തിൽ അല്പം കെയർ വേണം. ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക. അതുപോലെ കഴിവതും നമ്മൾ ഈ പഴകിയ ആഹാരങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലർക്ക് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു കെയർ വേണം. അഷ്ടമത്തിലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 4 കേതു സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിവതും ഈ കോപമൊക്കെ കുറയ്ക്കുന്നതും അതുപോലെ ധ്യാനമൊക്കെ ശീലിക്കുന്നതൊക്കെ തന്നെ മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിന് അത് വഴിയൊരുക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 11 സഞ്ചരിക്കുന്നത്. വക്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ശനി യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായ ശുക്രനാണെങ്കിൽ ഈ ശുക്രൻ 6ാം ഭാവാധിപനും കൂടിയാണ്. ആ ശുക്രൻ 5 നീചസ്ഥിതനാണ്. എങ്കിലും ശുക്രൻ 11 നിൽക്കുന്ന ശനിയെ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വക്രശനിയും അതുപോലെ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ 10 രാഹു വർക്കിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷനൊക്കെ ഒരു ശ്രമം നടക്കും. പൊതുവെ വർക്ക് അവലോകനം ചെയ്യുന്ന സമയം എന്ന് പറയാം. അതായത് വർക്ക് അവലോകനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ ഈ സമയത്തുണ്ടാകും. തൊഴിലിൽ ഉദാസീനത വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഈ വക്രശനിയുടെ സമയത്തെ കാണുക. തൊഴിലിൽ ഉത്തരവാദിത്വമൊക്കെ കൂട്ടണം. അതുപോലെ നമ്മൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ രവിയുടെയൊക്കെ ദൃഷ്ടി 10 വരുന്നുണ്ട്. അപ്പോൾ അത് ഈ തൊഴിലിടത്ത് ചെറിയ ചില ചലഞ്ചസൊക്കെ അതിജീവിക്കാനൊക്കെ സഹായകമാകും. 10 രാഹു നിൽക്കുന്നുണ്ട്. സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ 10 വരുന്നു. രാഹു, സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ മേല് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമുക്ക് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അതൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ ചിലപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ സഡൻ ചലഞ്ചസ് ഈ 17 ശേഷം സൂര്യൻ രാഹുവിൻ്റെ 10 നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ തൊഴിലിടത്ത് സൗഹൃദങ്ങൾ, സോഷ്യൽ റിലേഷൻ, അതുപോലെ നമ്മുടെ ഈ തൊഴിൽ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ നമ്മൾ
വിലയിരുത്തി പോകേണ്ടുന്ന സമയമാണ്. അങ്ങനെ വിലയിരുത്തി പോകുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പം ഗ്രൂപ്പായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഈ കുറുകാരെ സഹായിക്കുന്നത്, ആരൊക്കെയാണ് ഈ കുറുകാർക്ക് ട്രബിൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ട് കഴിവതും നമ്മൾ ഒരു സംയമനം, ഒരു വിനയപൂർവമായിട്ടുള്ളൊരു സമീപനം ഈ സമയത്ത് ഉണ്ടാകുന്നത് ഗുണം ചെയ്യും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതി ഗുണാനുഭവം ഉണ്ടാകും. തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 10 രാഹു നിൽക്കുമ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാഹു കൺഫ്യൂഷൻ്റെ ഗ്രഹമാണ്. മാത്രമല്ല നമ്മൾ ചിലപ്പോൾ ഈ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു തൊഴിലിലേക്കുള്ളൊരു ശ്രമമൊക്കെ നടത്തും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ തൊഴിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ തൊഴിലൊക്കെ കണ്ടുപിടിച്ച് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ നിലവിലുള്ള തൊഴിൽ നമ്മൾ ഉപേക്ഷിക്കാവൂ. പ്രത്യേകിച്ച് ഒരു ഇല്യൂഷൻ്റെയും കൺഫ്യൂഷൻ്റെയൊക്കെ ഗ്രഹമാണ് 10 നിൽക്കുന്ന രാഹു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ കഴിവതും നമ്മൾ വിവേകപൂർവം ആലോചിച്ച് തീരുമാനങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് 10 രാഹു നിൽക്കുന്നു. ഇപ്പോൾ ഗുരു 3 ഉച്ചസ്ഥിതനാണ്. അപ്പോൾ വർക്കിലൊക്കെ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആകും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, എഴുത്തുകാർ, മോട്ടിവേഷൻ, അവർക്കൊക്കെ തന്നെ പ്രഭാഷകർ, അതുപോലെ ഈ മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നവർ, മീഡിയ പ്രവർത്തകർ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ എന്ന് പറഞ്ഞ ബുധനാണ്. ബുധനിപ്പോൾ നേർസഞ്ചാരത്തിലാണ്. 2-ലും 3-ലും 4-ലുമായിട്ടാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത്. 7-ാം ഭാവാധിപനായ ചൊവ്വയാണെങ്കിൽ 2-ൽ നിൽക്കുന്ന സമയമാണ്. 9-ല് ഗുരു, സൂര്യൻ, ചൊവ്വ, ബുധൻ ഒക്കെ ദൃഷ്ടി ഉള്ള സമയവുമാണ്. അതൊക്കെ ബിസിനസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സഹായകമാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5-ല് ജന്മലഗ്ന രാശിയാധിപൻ നീചസ്ഥിതനാണ്. കുജനും അതുപോലെ വക്രശനിയൊക്കെ 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ദിനത്തിലൊക്കെ പണം മുടക്കുന്നവർ ഒരു കെയർ വേണം. അപ്പോൾ റിസ്കി ബിസിനസ്സിൽ വളരെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ശുക്രൻ 5-ല് നീചസ്ഥിതനാണ്. 5-ല് വക്രശനിയുടെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടിയുണ്ട്. പഠനത്തിൽ ഒരു ആലസ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് ഒഴിവാക്കണം. പൊതുവെ മാനസികമായിട്ട് ഒരു ഡൈവേർഷനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം. 5-ലൊക്കെ ശുക്രൻ്റെ സ്ഥിതി വരുമ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലും നമ്മൾ ശ്രദ്ധിക്കണം. പഠന സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കെയർ വേണം. അതേസമയം നമ്മൾ ഈ ചില മേഖലയിൽ, പ്രത്യേകിച്ച് IT, എൻജിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് കോഴ്സുകളൊക്കെ ചെയ്യുന്നവർ, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരു, സൂര്യൻ, ബുധൻ, കുജനൊക്കെ 9 ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും. ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെ നോക്കാം. ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2, 3, 4 രാശിയിൽ സഞ്ചരിക്കുന്നു. അത് ഗുണം ചെയ്യും. 11-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 3-ൽ ഉച്ചരാശിയിലാണ്. 11-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടത്തിനും സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം 12-ാം ഭാവാധിപനായ ചൊവ്വയാണ് 2-ൽ വരുന്നത് എന്നുള്ളത് കൊണ്ട്, അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 5-ൽ നീചസ്ഥിതനായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. കുടുംബ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതുകൊണ്ട് ധനവിഷയത്തിലും നമ്മൾ സമ്പാദ്യത്തിലൊക്കെ തന്നെ ഒരു കെയർ കൊടുക്കണം. ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ധനവരവും പ്രതീക്ഷിക്കാം. അതേസമയം നമ്മൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ മറ്റ് ചെലവുകളൊക്കെ കൂടാനും സാധ്യത കാണുന്നുണ്ട്.
ഇനി വിവാഹം, ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ൽ നിൽക്കുകയാണ്. ഇപ്പോൾ 7-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ 7-ാം ഭാവാധിപൻ 2-ലൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിവാഹ ആലോചനയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ വിവാഹ ഭാവകാരകനായ ശുക്രൻ നീചരാശിയിലായതുകൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. കമിതാക്കൾക്കും വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. പ്രണയകാരകൻ നീചസ്ഥിതിയിലാണ്, ശുക്രൻ നീചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല ശനി, വക്രശനി, അതുപോലെ ചൊവ്വയൊക്കെ തന്നെ 5 നിൽക്കുന്ന ആ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ സംസാരത്തിലും പ്രണയബന്ധത്തിലുമൊക്കെ തന്നെ വളരെ കെയർ വേണം. അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കണം. 7-12 ഭാവാധിപത്യം ചൊവ്വയ്ക്ക് ഉണ്ട്. ആ ചൊവ്വ 2-ലായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ പോയാൽ മാത്രമേ ദാമ്പത്യ ബന്ധത്തിൽ നമുക്ക് ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടാൻ സാധ്യത ഉള്ളൂ. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ കുടുംബ ചെലവ് കൂടുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ൽ നിൽക്കുന്ന സമയമാണ്. 4-ലാണെങ്കിൽ കേതു ഉണ്ട്. പൊതുവെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആ സൂര്യനും കേതുവൊക്കെ യോഗം വരുന്നുണ്ട് 4-ൽ. അപ്പോൾ കുടുംബസുഖം കുറയുന്നതിന് ചിലപ്പോൾ ഇടയാക്കും. വസ്തു വാഹനം വാങ്ങുന്നവരും അവസാനത്തെ പകുതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആഗസ്റ്റ് 5, 6, 18, 19, 23, 24 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ, പുതിയ സംരംഭങ്ങൾ, അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും ഏത് കൂറിൽ ജനിച്ചവരായാലും അവർക്ക് ഈ ഇടവ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ ഇടവ ലഗ്നത്തിൻ്റെ ഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഗോചരഫലം നോക്കുമ്പോൾ ചന്ദ്രാനുള്ള ഫലവും നോക്കണം, ലഗ്നാനുള്ള ഫലവും നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫലം സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ. ഇപ്പം മറ്റുള്ളവർക്ക് മറ്റ് ലഗ്നരാശികൾ വരാം. അപ്പം ഇടവലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആഗസ്റ്റ് മാസത്തെ ആ ഒരു കൃത്യഫലം നമുക്ക് സാധ്യമാകുകയുള്ളൂ. മാത്രമല്ല ഇത് ഗോചരഫലമാണ്. നമുക്ക് ഈ ഗോചരഫലത്തെ ഇപ്പോൾ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഒക്കെ തന്നെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രമാണോ നടക്കുന്നത്, ഇതിനനുസരിച്ച് ഈ ഫലത്തിൽ മാറ്റങ്ങൾ വരും എന്നും കൂടെ മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇവയൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.